ക്കും GK വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സോഷ്യൽ ക്വിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സബ് ഡിസ്ട്രിക്ട് ലെവൽ ഉള്ള കുട്ടികൾക്ക് ഉപയോഗപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യ ചോദ്യം, പെട്രാക്കിന്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. ഏതാണ് ആ പുസ്തകം? ഉത്തരം സീക്രട്ടം. അടുത്തത്, ഡിവൈൻ കോമഡിയുടെ കർത്താവ് ആരാണ്? ഡിവൈൻ കോമഡിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ദാന്തെ. അടുത്ത ചോദ്യം, ബൊക്കാച്ചിയുടെ കൃതി ഏതാണ്? ബൊക്കാച്ചിയോയുടെ കൃതി ഏതാണ്? ഉത്തരം ഡെക്കാമറൻ കഥകൾ. അടുത്ത ചോദ്യം, ഡോൺ ക്വിക്സോട്ട് ആരുടെ കൃതിയാണ്? ഡോൺ ക്വിക്സോട്ട് ആരുടെ കൃതിയാണ്? ഉത്തരം സർവാദേയുടെ കൃതിയാണ്. അടുത്ത ചോദ്യം, ഇറാസ്തനീസിന്റെ പുസ്തകം ഏതാണ്? ഇറാസ്മസിന്റെ പുസ്തകം ഏതാണ്? ഉത്തരം ഇൻ പ്രൈസ് ഓഫ് വോളി. എന്താണ് ഉത്തരം? ഇൻ പ്രൈസ് ഓഫ് വോളി. അടുത്ത ചോദ്യം, മൊണാലിസ, അവസാന അധ്യായം എന്നീ ചിത്രങ്ങൾ വരച്ചതാരാണ്? ഉത്തരം ലിയാൻഡ്രോ ഡാവിഞ്ചി എന്ന പ്രശസ്ത ചിത്രകാരനാണ് മൊണാലിസ, അവസാന അധ്യായം എന്നീ ചിത്രങ്ങൾ വരച്ചത്. അടുത്ത ചോദ്യം, മൊണാലിസ എന്ന ചിത്രം ഏത് രാജ്യത്താണ് സൂക്ഷിക്കുന്നത്? മൊണാലിസ എന്ന ചിത്രം ഏത് രാജ്യത്താണ് സൂക്ഷിക്കുന്നത്? ഉത്തരം പാരീസിലെ ഫ്രാൻസ്. അന്ത്യവിധി എന്ന ചിത്രം വരച്ചതാരാണ്? അന്ത്യവിധി എന്ന ചിത്രം വരച്ചതാരാണ്? ഉത്തരം മൈക്കൽ ആഞ്ചലോ. റാഫേൽ വരച്ച ഒരു ചിത്രം എഴുതൂ. അത് നമുക്ക് കുറേ ചിത്രം അറിയുന്നെങ്കിൽ അതിലൊന്നിൻ്റെ പേര് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ചിത്രം അറിയാമെങ്കിൽ അതിൻ്റെ പേര് എഴുതാം. അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഇതാ ഏതൻസിലെ വിദ്യാലയം. ഇനി അത് തിരിച്ചും ചോദിക്കും, ഏതൻസിലെ വിദ്യാലയം ആരുടെ ചിത്രമാണെന്നും. അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് എഴുതണം? റാഫേലിൻ്റെ ചിത്രമാണെന്ന്. അടുത്ത ചോദ്യം, ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ചത് ആരാണ്? ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ചത് ആരാണ്? സിമ്പിളാണല്ലേ. ആരാണ്? ലോറൻസോ ഗിബർട്ടി എന്ന് പറഞ്ഞ പ്രശസ്തമായ സ്റ്റാച്യു ഉണ്ടാക്കുന്ന ആളാണ് എന്ത്? ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളി നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, ഡൊണാറ്റലോയുടെ പ്രസിദ്ധമായ ശില്പമേത്? ഡൊണാറ്റലോയുടെ പ്രസിദ്ധമായ ഒരു ശില്പമേത്? ഏതാണ്? നമുക്ക് പറയാമല്ലേ, ഗെട്ടാ മെലീത്ത. ഗെട്ടാ മെലീത്ത. അടുത്ത ചോദ്യം, സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ഉത്തരം കോപ്പർനിക്കസ് അല്ലേ. കോപ്പർനിക്കസ് ആണ് സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അടുത്തത്, സൗരയുദ്ധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചതാരാണ്? ഗലീലിയോ ഗലീലി. ഇതിൽ സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസും സൗരയുദ്ധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചത് ഗലീലിയോ ഗലീലിയുമാണ്. അടുത്ത ചോദ്യം, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതാരാണ്? അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതാരാണ്? ഉത്തരം ജോഹനാസ് ഗുട്ടൻബർഗ്. ഉത്തരം ജോഹനാസ് ഗുട്ടൻബർഗ്. അടുത്ത ചോദ്യം, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതെന്നാണ്? അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതെന്നാണ്? ഉത്തരം 1439. 1439. അടുത്ത ചോദ്യം, മതനവീകരണം ഉണ്ടായത് എവിടെയാണ്? മതനവീകരണം ഉണ്ടായത് എവിടെയാണ്? ഉത്തരം ജർമ്മനിയിലാണ് അല്ലേ. മതനവീകരണം ഉണ്ടായത് ജർമ്മനിയിലാണ്. അടുത്ത ചോദ്യം, മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തതാരാ? നമ്മുടെ സ്വന്തം മാർട്ടിൻ ലൂതർ കിങ് ആണ്. അടുത്തത്, വ്യാവസായിക വിപ്ലവം ഉണ്ടായത് എവിടെയാണ്? വ്യാവസായിക വിപ്ലവം ഉണ്ടായത് എവിടെയാണ്? ഉത്തരം ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത്. അടുത്തത്, ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചതാരാണ്? നമുക്കറിയാമല്ലേ, ജോൺ കെയ് ആണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത്. ആരാണ്? ജോൺ കെയ്. അടുത്തത്, സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതാരാണ്? കുറേ ആളുകൾക്കറിയാം. ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. അടുത്തത്, ആവിയന്ത്രം കണ്ടുപിടിച്ചതാരാണ്? ജെയിംസ് വാട്ട് ആണല്ലേ ആവിയന്ത്രം, ജെയിംസ് വാട്ട്. അടുത്ത ചോദ്യം, ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചതാരാണ്? ലോക്കോമോട്ടീവ് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ. അടുത്തത്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഏതാണ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഏതാണ്? കുരുമുളക് അല്ലേ. അടുത്തത്, നിങ്ങളുടെ ബോണസ് ക്വസ്റ്റ്യൻ എന്നറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ക്വസ്റ്റ്യനിലെ അവസാനത്തെ ചോദ്യമാണിത്. ഇത് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്യുന്നവരെ
അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കും. ചോദ്യം ഇത്: ഇന്ത്യയിൽ കടൽ മാർഗമെത്തിയ വന്ന ആദ്യ വിദേശികൾ ആരാണ്? ഇന്ത്യയിൽ കടൽ മാർഗമെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? ഉത്തരം പറയണമേ. എന്നാൽ ശരി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും നല്ല വീഡിയോ കണ്ടതിന് ഒരു ലൈക്കും സബ്സ്ക്രൈബും അടിക്കാതെ മറക്കരുതേ. കമൻറ്റും ചെയ്യണമേ. ബൈ ബൈ.